നമസ്കാരം. വേനലായതോടെ കാട്ടിൽ നിന്നും കൂട്ടമായി മൃഗങ്ങൾ നാട്ടിലിറങ്ങാൻ തുടങ്ങിയത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിൽ വൃദ്ധയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മൂടക്കൊല്ലി കൈതേവലിയിൽ തങ്കമ്മയ്ക്കാണ് പരിക്കേറ്റത്. വീടിന് മുറ്റത്ത് നിൽക്കുകയായിരുന്ന തങ്കമ്മയെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് കോരിയെടുത്ത് ദൂരേക്ക് എറിയുകയായിരുന്നു. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേനൽ കടുത്തതോടെ വനമേഖലയിൽ നിന്നും കാട്ടാനകൾ വ്യാപകമായി കൃഷിയിടങ്ങളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും ഇറങ്ങുന്നത് വൻ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. വടക്കനാട് വള്ളുവാടി മേഖലയിൽ നിരന്തരം നാശനഷ്ടങ്ങൾ വരുത്തുകയും യുവ കർഷകനെ കൊലപ്പെടുത്തുകയും ചെയ്ത മുട്ടിക്കൊമ്പൻ എന്ന താത്തൂർ ടസ്കർ വണ്ണിനെ പിടികൂടാനുള്ള വനം വകുപ്പിന്റെ ശ്രമം തുടരുകയാണ്. ആനയെ മയക്കുവടി വെച്ച് പിടികൂടാൻ എത്തിയ ദൗത്യ സംഘത്തിന് നേരെയും കഴിഞ്ഞ ദിവസം ആന പാഞ്ഞെടുത്തിരുന്നു. സംഘാംഗങ്ങൾ ഓടി മാറിയതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. കഴിഞ്ഞ 6 വർഷമായി വള്ളുവാടി മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന മുട്ടിക്കൊമ്പനെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഗ്രാമസഭ പ്രമേയം പാസാക്കി നൽകിയിട്ടും വനം വകുപ്പ് നടപടിയെടുത്തില്ലെന്ന ആക്ഷേപമുണ്ട്. വനം വകുപ്പിന്റെ ഈ അനാസ്ഥയാണ് വടക്കനാട് പച്ചാടി സ്വദേശിയായ യുവകർഷകൻ രജീവിന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. തന്റെ 2000-ഓളം വാഴകൾ നശിപ്പിക്കാനെത്തിയ ആനയെ നോക്കാൻ പോയപ്പോഴാണ് രജീവ് ആക്രമിക്കപ്പെട്ടത്. ആളെ കണ്ടാൽ ഓടി വന്ന് ആക്രമിക്കുന്ന സ്വഭാവമുള്ള മുട്ടിക്കൊമ്പൻ രജീവിനെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനു മുൻപ് നിരവധി പേർ ഈ ആനയുടെ മുന്നിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പതിറ്റാണ്ടുകളുടെ അധ്വാനം കൊണ്ട് കർഷകർ നട്ടുനനച്ചുണ്ടാക്കിയ 100 കണക്കിന് ഏക്കർ കൃഷിയാണ് ഓരോ ദിവസവും കാട്ടാനകൾ ചവിട്ടിമെതിക്കുന്നത്. കൃഷിയും ജീവനും സംരക്ഷിക്കാൻ വനം വകുപ്പ് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യവുമായി ശക്തമായ പ്രതിഷേധത്തിലാണ് വയനാട്ടിലെ അതിർത്തി ഗ്രാമങ്ങൾ. മുട്ടിക്കൊമ്പനെ എത്രയും വേഗം പിടികൂടി വനത്തിനുള്ളിലേക്ക് മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് വടക്കനാട് മേഖലയിലെ ജനങ്ങൾ. വടക്കനാട് വള്ളുവാടി മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറുകയും യുവ കർഷകനെ കൊലപ്പെടുത്തുകയും ചെയ്ത മുട്ടിക്കൊമ്പൻ എന്ന താത്തൂർ ടസ്കർ വണ്ണിനെ പിടികൂടാനുള്ള ശ്രമം എന്തായാലും തുടരുകയാണ്. മയക്കുവെടി വെച്ച് പിടികൂടാൻ ഇറങ്ങിയ ദൗത്യ സംഘത്തെയും മുട്ടിക്കൊമ്പൻ ആക്രമിക്കാനായി പാഞ്ഞെടുത്തിരുന്നു. സംഘം ഓടിയതിനാൽ ആനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. വനം വകുപ്പിന്റെ ഡാറ്റാ ബാങ്കിലുള്ള TT1 എന്ന പേരിലറിയപ്പെടുന്ന നാട്ടുകാരുടെ മുട്ടിക്കൊമ്പൻ വള്ളുവാടി മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കാൻ തുടങ്ങിയിട്ട് 6 വർഷത്തോളമായി. സഹികെട്ട ജനങ്ങൾ അവസാനം പഞ്ചായത്ത് ഗ്രാമസഭയിൽ ശല്യക്കാരനായി ആനയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം പ്രമേയം പാസാക്കി വനം വകുപ്പിന് നൽകി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും വനം വകുപ്പ് സ്വീകരിച്ചില്ല. ഈ അനാസ്ഥയുടെ ഭാഗമായി വടക്കനാട് പച്ചാടി കതങ്ങത്ത് നടുവിൽ രജീവ് എന്ന യുവകർഷകൻ അടക്കം ജീവൻ നഷ്ടമായിരുന്നു. സ്വന്തം കൃഷി സംരക്ഷിക്കുന്നതിനായി കൃഷിയിടത്തിലേക്ക് പോകുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിനിരയായത്. കാട്ടാന ഇറങ്ങിയ വിവരം സമീപത്തുള്ളവർ രജീവിനെ ഫോൺ വിളിച്ച് അറിയിച്ചു. മുട്ടിക്കൊമ്പനാണെങ്കിൽ ആളെ കണ്ടാൽ ഓടിവെന്ന് ആക്രമിക്കുന്ന സ്വഭാവമാണ്. ഇതറിയാവുന്നതിനാൽ കൃഷിയിടത്തിന്റെ സമയമുള്ള തുറസായ സ്ഥലത്ത് കൂടിയാണ് ആന കൃഷിയിടത്തിൽ ഇറങ്ങിയെന്നറിയാൻ പോയി നോക്കിയത്. ഇവിടെ വെച്ച് ആന ആക്രമിക്കുകയായിരുന്നു. എന്തായാലും അതിഭീകരമാണ് വയനാട്ടിലെ സാധാരണക്കാരായ കർഷകരായ ആദിവാസികളായ ആളുകളുടെ അവസ്ഥ. വരൾച്ചയുടെ കാലമാണ്. കാട്ടിനുള്ളിൽ ഭക്ഷണവും വെള്ളവും കുറയുന്ന അവസ്ഥയിലാണ്. നാട്ടിലേക്ക് ഭക്ഷണത്തിനും വെള്ളത്തിനുമായി നിരവധി മൃഗങ്ങൾ ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അധികൃതർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്.